ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലോട്ടസ് ഗാർഡനിലാണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ കാണിച്ചിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഗാർഡൻ വീഡിയോസൊന്നും കാണിക്കാൻ മാത്രമുള്ള ഇതൊന്നുമില്ല കേട്ടോ. അത് ലോട്ടസിൻ്റെ ഡബ്ബിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയില്ലേ നമ്മൾ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളെന്നും ഈ സെയിൽ വീഡിയോ മാത്രമാണ് ഇടുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഗാർഡൻ ആകെ മൊത്തം പോയി കിടക്കാണ് കേട്ടോ. ഒരു ഭംഗിയില്ല, വൃത്തിയില്ല, ആകെ പോയി. എന്നൊക്കെ സെയിൽ മാത്രം ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ശ്രദ്ധിക്കാണ്ട് ആകെ നാശമായിപ്പോയി എന്ന് പറയാം. ഇതിനി ആദ്യം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം ഇനി ഗാർഡൻ വീഡിയോസ് കാണിക്കാൻ. കുറേ പേര് പറയുന്നുണ്ട് അവർക്ക് സെയിൽ വീഡിയോ അത്ര ഇഷ്ടമല്ല. മേടിക്കണവർക്കല്ലേ എന്താ പറയുക, ലോട്ടസ് മേടിക്കണവർക്ക് മാത്രമല്ലേ സെയിൽ വീഡിയോ ഇഷ്ടമുണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ഗാർഡൻ വീഡിയോസ് കാണാനാണ് ഇഷ്ടം. പച്ചക്കറികൾ അല്ലെങ്കിൽ ചെടികൾ നടന്ന വീഡിയോ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടണില്ല. എന്നും എല്ലാ ദിവസം എന്ന് പറഞ്ഞോളാം നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് ട്യൂബർ അയച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് സെയിൽ ചെയ്ത് ഇപ്പോൾ തിങ്കളാഴ്ച വീഡിയോ ഇട്ടാലും ആ ഒരാഴ്ച ഫുള്ളും വ്യാഴാഴ്ച വരെ നമുക്കത് ഓർഡർ ഉണ്ടാവും അയക്കാനായിട്ട്. പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച മാത്രമേ ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് മടിയാണ്, ഭയങ്കരമായിട്ട് മടി വരികയാണ് കേട്ടോ. അപ്പോൾ ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാവിലെ തിക്കും തിരക്കടിച്ച് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ലക്കി ഇവിടെ കിടന്ന് മാന്താണ്. ലക്കി കൂടെ എൻ്റെ കൂടെ വന്നിട്ട് കേട്ടോ. കാണിച്ചാൽ എന്തോ സൗണ്ട് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയിട്ട് മണ്ണ് മാന്ത നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആണെങ്കിൽ അക്കുനെ കൊണ്ടാക്കണം. പാക്കിങ് ഉണ്ടാവും മിക്ക ദിവസം. പിന്നെ രാവിലെ അക്കുനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം. ആ ജോലിക്ക് പോയി കുറച്ച് സമയമാണ് പിന്നെ ഇരിക്കാൻ പറ്റുക നമുക്ക്. ജോലിക്ക് പോണ സമയത്ത് അവിടെ ഇരുന്നുള്ള ജോലിയല്ലേ. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീട്ടിലത്തെ പണി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗാർഡൻ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മടി വരണം. അങ്ങനെ എൻ്റെ കുറേ ചെടി നാശമായി പോയിട്ടാണ്. സാധാരണ നമ്മൾ നോർമലായിട്ട് വെച്ചിരിക്കുന്ന കലാത്തിയ ചെടികൾ അങ്ങനെ എന്നും വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയൊന്നും പെയ്യണില്ല. വെള്ളം ഒഴിക്കേണ്ട ചെടികളൊക്കെ നാശമായിപ്പോയി. അതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെള്ളം ഒഴിക്കാണ്ട് നാശമായിപ്പോയേക്കാണ്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി പഴയ പോലെ നമുക്ക് ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ഗാർഡൻ്റെ ഒരു അവസ്ഥ നോക്കിയേ കണ്ട. വെള്ളം ഇനിയിപ്പോൾ ഒരു പണി കൂടി കൂടുതലായി നമുക്ക്. ഇവിടുത്തെ വെള്ളമൊക്കെ എന്നൊന്ന് പറഞ്ഞ പോലെ പറ്റൂലേ. അപ്പോൾ പിന്നെ നമുക്കിനി വെള്ളം ഒഴിക്കലും കൂടി നമ്മുടെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടിട്ട് കേട്ടോ. വെള്ളം നിറഞ്ഞപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിടാം. അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് കണ്ട. എല്ലായിടും നിറയെ ചവറായിരുന്നു ഇവിടെയൊക്കെ. കാണിച്ചു തരാവേ കണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. എല്ലായിടും നിറയെ ചവറായിരുന്നു. ഇതേ ഇവിടുത്തെ ഈ സാധനമൊക്കെ ഇല്ലേ, പ്ലാവിൻ്റെ ഇലയൊക്കെ വന്നിട്ട് നിറയൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇതേ ഇവിടെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ചാക്ക് എടുത്തിട്ട് വന്നിട്ട് ഇത് വാരി താഴേക്ക് കൊണ്ട് കളയണം. പിന്നെ ഇത് ഈ സാധനമൊക്കെ ഇല്ലേ, ഇതൊന്നും ഞാൻ വാരി എടുത്തിട്ടില്ല കേട്ടോ. ഇന്നാളൊരു ദിവസം ഈ പൂപ്പലൊക്കെ വാരി ഞാൻ ചെടിക്കിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചായിരുന്നു. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മഴക്കാറുണ്ട് കണ്ട. അപ്പോൾ മഴ പെയ്യുന്നൊക്കെ വാർത്തയിൽ പറഞ്ഞു എന്ന് ചേട്ടൻ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മഴ പെയ്ത് കഴിഞ്ഞ് ചവറൊക്കെ അടിച്ചു കൂട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചവറിങ്ങോട്ട് അടിച്ച് വാരി കൂട്ടി അങ്ങോട്ട് എടുത്തിട്ടതാണ്. ഇനിയിപ്പോൾ ഈ പൂപ്പലൊക്കെ ഇനി പിന്നെ ഒരു ദിവസം വരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചുരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളം നിറഞ്ഞ് രണ്ട് കാര്യം നടക്കുമല്ലോ. വെള്ളം നിറയണ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടാ. ആകെ ഇവിടെ പിന്നെയും ഭേദമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഇട്ടാൻ വേണ്ടി താഴത്തെ അവിടെ പറമ്പിൽ വെച്ചേക്കണ ലോട്ടസ് ഗാർഡനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിക്കതും ട്യൂബർ എടുക്കാറായി. അപ്പോൾ കുറച്ച് ട്യൂബർ കഴിഞ്ഞ ദിവസം എടുത്തു കേട്ടോ. നമുക്ക് ഇപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം അയച്ചു തരണാറും കൊണ്ട് അതിങ്ങനെ ഇട്ട് ചീത്തയാക്കി കളയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും അതിൻ്റെ സെയിൽ വീഡിയോ ഇടും. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എടുക്കാനായിട്ട് നമുക്ക് സമയവും കിട്ടണില്ല. അതവിടെ കിടക്കും. ആ ട്യൂബർ എടുക്കാറായതുകൊണ്ട് തന്നെ എല്ലാ ഇലയൊക്കെ കരിഞ്ഞു ആകെ നാശമായി. ഒരു ഭംഗിയില്ല കാണാനായിട്ട്. നമ്മൾ പൈസ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൈസ മാത്രം നോക്കണോണ്ടല്ല കേട്ടോ. കാരണം നമുക്കിങ്ങനെ അയച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറയാറില്ല. അവരയച്ചു തരും. അയച്ചു തരണ സാധനം പിന്നെ അത് നമുക്ക് സെയിൽ ചെയ്ത് തീർത്ത് അവർക്ക് പൈസ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഡെയിലി പാക്കിംഗ് ആയിട്ട് പോയപ്പോൾ നമുക്ക് ഇവരെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ചെടികൾ നാശമായി പോയിട്ടുണ്ട്. അതാ നോക്കി ഇപ്പോൾ ഗാർഡൻ്റെ അവസ്ഥ നോക്കി. ചെടികളില്ല, താഴെയൊന്നും ചെടികളില്ല. അപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ കാണാം
കലാത്തിയ പ്ലാന്റ്സൊക്കെ ഭയങ്കര ശോചനീയമായിട്ടാണ് കേട്ടോ അവസ്ഥ. ഇങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ കൊല്ലം വേനൽക്കാലത്തൊക്കെ എൻ്റെ നല്ല പച്ചപ്പോട് കൂടി നല്ല നിറവോട് കൂടി നിൽക്കായിരുന്നു. ഈ താമരയിലേക്ക് അങ്ങോട്ട് ചെന്നതോടുകൂടി ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് അങ്ങോട്ട് സമയം കിട്ടാണ്ടായിട്ടാ. എല്ലാം കൂടി അങ്ങോട്ട് പറ്റാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിക്കും കഴിഞ്ഞ കൊല്ലം ഇതൊക്കെ ഇതുപോലെ തന്നെ ചെടികളും താമരയുടെ ഇതുമൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. പക്ഷേ ഇത്രയ്ക്ക് എന്താ പറയുക, ഇത്ര അങ്ങോട്ട് സെയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടാറുള്ളൂ. ഇത്രയും ട്യൂബറൊന്നും എൻ്റെ മാത്രം ട്യൂബർ എടുത്ത് വിൽക്കുമ്പോൾ ഡെയിലി പാക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ട്യൂബർ ആകുമ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് അത് 2 ദിവസം കൊണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് തീർക്കും. അങ്ങനെയല്ലേ. ഇതിപ്പോൾ ഓരോന്ന് തീരണതിനനുസരിച്ച് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ പാക്കിംഗ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ മഹാമോശമായി. ഈ താമരയും ഇപ്പോൾ കണ്ടില്ല, എല്ലാത്തിലും വെള്ളം പറ്റി. എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോൾ ഇത്തിരിശെ വെള്ളം ഒഴിക്കാനുള്ള സമയം കിട്ടുള്ളൂ. നമുക്ക് ഇപ്പോഴാണെങ്കിൽ വേഗം തന്നെ ഇരുട്ടാവണമെന്ന് പെട്ടെന്ന് ഇരുട്ടാവണമുണ്ട്. അധിക നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ട് ആ ഫ്രണ്ടിലത്തെ കാട് കണ്ട, ആ കമ്പിവേലോടുള്ള നിറയെ കാടൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായിരുന്നു അവിടെ കനാലിൽ നിന്ന് മലമ്പാമ്പിനെ പിടിച്ചു എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇരുട്ടായി കഴിഞ്ഞിട്ടാണ് കണ്ട കാടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ എനിക്ക് ഇരുട്ടായി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി പണികൾ ചെയ്യാനായിട്ടും പേടിയുമാണ്. ഒരു എന്താ പറയുക, പേടിയുമാണെന്നല്ല പേടിയാണ് ഇരുട്ടായി കഴിഞ്ഞ് മുന്നൊക്കെ ഞാൻ ഇരുട്ടായാലും അങ്ങനെ പേടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിന്ന് ചെയ്യുമായിരുന്നു കേട്ടോ. ആ ഒരു ഇൻട്രസ്റ്റ് മറക്കും നമ്മളിങ്ങനെ ഗാർഡനിൽ ചെയ്യുമ്പോൾ. അതിങ്ങനെ ചെയ്ത് അതും കൂടി അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കും, മലമ്പാമ്പൊക്കെ മരത്തുമ്പേൽ തൂങ്ങി കിടന്ന് നമ്മുടെ മേത്തേക്ക് വീഴോ അങ്ങനെയൊക്കെ വെറുതെ. എനിക്ക് ഇരുട്ടത്ത് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിയാണ്. പിന്നെ ടി വിയിലൊക്കെ ന്യൂസ് കുറുവാക്കളന്മാരുടെ കാര്യം അങ്ങനെയൊക്കെ പറയണതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പം ആരുമില്ല, ചേട്ടനൊന്നും വന്നിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ പിള്ളേരാരെങ്കിലും വിളിച്ചിട്ട്, പിള്ളേരെന്ന് പറഞ്ഞിട്ട് അക്കുള്ളൂ ഇവിടെ, അക്കുവിനൊക്കെ വിളിച്ച് അവിടെ നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണം. അല്ലെങ്കിൽ മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആയാലും ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ചെടികളൊക്കെ നനയ്ക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. ഇനിയിപ്പോൾ ഈ ഇരുട്ടാവണ ആ ഒരു ഇത് മാറണം, സീസൺ മാറണം. പെട്ടെന്ന് ഇരുട്ടാവണ സീസൺ മാറിയാലേ നമുക്ക് വൈകുന്നേരത്തെ ജോലികൾ നടക്കുള്ളൂ. രാവിലെ ഒന്നും ചെയ്യാനായിട്ട് ഗാർഡനിൽ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് പുതിയ ട്യൂബറുകൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കണ്ടത് വാങ്ങിച്ചതൊക്കെ ഇപ്പം ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിയ ട്യൂബേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമയം കിട്ടണം. ഇടയ്ക്ക് ഒരിത്തിരി നേരത്തെ ഗ്യാപ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഗാർഡനിലെ വിശേഷം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വേറെ വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തത്. മുന്നൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാൻ വീഡിയോ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു മിസ്സിങ്ങൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങോട്ട് ഓടെ എത്തുന്നില്ല കേട്ടോ. എന്തായാലും ഗാർഡനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാനും ഒന്ന് സെറ്റാക്കിയിട്ട് പഴയ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെയാണ് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് നടക്കാനുള്ള ആരോഗ്യം കൂടി ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണം. എന്താ പറയുക, ചില സമയത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ ചെയ്യുമ്പോഴേ ആയെക്കൂടി ഭയങ്കര ക്ഷീണവും തളർച്ചയും മടിയും ഒക്കെ വരുന്നുണ്ട്. മടി, ക്ഷീണം, തളർച്ച ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നും എൻ്റെ ദൈവമേ കണ്ണ് കിട്ടിപ്പോയാവോ എന്നൊക്കെ ഞാൻ തന്നെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം മുന്നും ഞാനിത് ഗാർഡനൊക്കെ തുടങ്ങിയ സമയത്ത് തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ എന്താണ് ഒരു മടി കാര്യങ്ങളൊക്കെ ഇപ്പൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട. അപ്പം ഈ കണ്ണ് കിട്ടാമെന്നൊക്കെ പറഞ്ഞത് ഉള്ളതാണാവോ അങ്ങനെയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ. അങ്ങനെ ചെയ്യാൻ നമുക്കൊരു വല്ലാത്തൊരു മടി പോലത്തെ ഒരു അവസ്ഥ വരുമ്പം അങ്ങനെ ചിന്തിച്ച് പോവാണ്. എന്തോ അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ അന്ധവിശ്വാസമാണ്, ചുമ്മാ ഇങ്ങനെ പറയണതാട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും അതിന് എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് പറയുമെന്ന് അറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചുമ്മാ ഒന്ന് അങ്ങനെ പറഞ്ഞു പോണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറേ ഫ്രണ്ട്സുകൾ, അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്ത, ഗാർഡൻ വീഡിയോസ് എന്താ ചെയ്യാത്ത, എന്താണ് സെയിൽ വീഡിയോ മാത്രം ചെയ്യുന്നത്. അവർക്ക് എൻ്റെ ഗാർഡൻ വീഡിയോസാണ് കാണാനിഷ്ടം. ചെടികളിൽ എന്തെങ്കിലും ചെയ്യണതൊക്കെ അവർക്കൊരു പ്രചോദനമാണ്, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. ഇപ്പം മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരുന്ന എനിക്കിപ്പോൾ ആരെങ്കിലും മോട്ടിവേഷൻ തരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത്രയ്ക്ക് മടിയായേക്കാണ് കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഗാർഡൻ വീഡിയോസ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ ഇനി കണ്ടില്ലേ, ഇപ്പോൾ അതേ കുറച്ച് ഈ ഭാഗം ഒന്ന് സെറ്റാക്കി. അതുപോലെ തന്നെ ഇനി താഴെ ഭാഗത്തെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ കാണിക്കുമ്പോൾ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റേതായ വൃത്തിക്കും ഭംഗിക്കും കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാ ഇങ്ങനെ കാണിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സ്റ്റാൻഡിന്മേൽ ഇരുന്ന ചെടികളൊക്കെ കുറേ അഗ്ലോണിമയുടെ ലീഫൊക്കെ കരിഞ്ഞതും പിന്നെ ഒക്കെ ചീഞ്ഞു പോയതും ഒക്കെ ഇങ്ങനെ ആ ഒരു സ്റ്റാൻഡിന്മേൽ വൃത്തിയില്ലാണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് വൃത്തിയാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും വൃത്തിയാക്കിയിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ മുന്നേ തന്ന സപ്പോർട്ടൊക്കെ ഇനിയും തുടർന്ന് തരണം കേട്ടോ. എന്നാലാണ് നിങ്ങളാണ് പ്രചോദനം. നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ ഓരോ കമൻസ് ഇടുമ്പോഴാണ് എനിക്കും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ മുന്നേ തന്ന ആ ഒരു സപ്പോർട്ടൊക്കെ ഇനിയും തരണമെന്ന് ഒരു അപേക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കുറേ എന്തൊക്കെയോ പറഞ്ഞല്ലേ, എനിക്ക് സമയം പോകാൻ വേണ്ടി നിങ്ങളോട് വർത്താനം പറഞ്ഞതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. ആർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റാണ് പറയണത് സ്കിപ്പ് ചെയ്ത് പൊക്കോളാനായിട്ട്. ഇനി ഞാൻ നിർത്താണ് കേട്ടോ, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ മുന്നേ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ടൊക്കെ തുടർന്നും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ.